നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ DGP ജേക്കബ് തോമസിനെ എങ്ങനെയും അകത്താക്കണമെന്ന പിണറായിയുടെ ലക്ഷ്യത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. ഡ്രഡ്ജർ അഴിമതി കേസിന്റെ അന്വേഷണം ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അതിനപ്പുറം സമയം നീട്ടി നൽകില്ല എന്നും കോടതി അന്ത്യശാസനം നൽകി. ജൂലൈ 15-ന് ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി അന്വേഷണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിജിലൻസിന് ഒരു തെളിവും കണ്ടെത്താനാകാതെ വെള്ളം കുടിച്ച കേസിലാണ് പിണറായിയുടെ പൊറാട്ട് നാടകം നടക്കുന്നത്. ജേക്കബ് തോമസിനെ വേട്ടയാടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ പിണറായിക്കുള്ളൂ. ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന ജേക്കബ് തോമസ് മുഖ്യന്റെ ശിങ്കിടികൾക്കെതിരെ നടപടി സ്വീകരിച്ചതോടെയാണ് വെറുക്കപ്പെട്ടവനാകുന്നത്. ഇന്നിപ്പോൾ ഏത് വിധേനയും ജേക്കബ് തോമസിനെ വേട്ടയാടുക എന്നത് മാത്രമാണ് മുഖ്യന്റെ വിനോദം. കേസിലെ കൂട്ടുപ്രതിയായ ഡച്ച് കമ്പനിയായ IHC ബീവറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി കേന്ദ്രത്തെ സമീപിച്ചുവെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലെറ്റർ റോഗട്ടറി കൈമാറി. നേരത്തെ കൈമാറിയിരുന്ന ലെറ്റർ റോഗട്ടറി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം മടക്കിയിരുന്നു. പിന്നീട് പുതിയ ലെറ്റർ റോഗട്ടറി കൈമാറിയെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ്, സ്റ്റാൻഡിംഗ് കോൺസിൽ ഹർഷദ് V. ഹമീദ് എന്നിവർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിൽ കേന്ദ്രത്തിന്റെ മറുപടി ലഭിച്ചിട്ടില്ല എന്നും സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണം ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സുപ്രീം കോടതി അനുമതി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ DYSP K. പ്രശാന്തിനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. 3 വർഷവും 7 മാസവും 19 ദിവസവും അന്വേഷണം നടത്തിയിട്ടും വിജിലൻസിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജേക്കബ് തോമസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ A. കാർത്തിക് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകരുതെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവസാന അവസരം എന്ന നിലയിലാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ജൂൺ 30 വരെ സമയം നീട്ടി നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി. കേസിലെ പരാതിക്കാരനായ സത്യൻ നരവൂരിന് വേണ്ടി അഭിഭാഷകൻ കാളീശ്വരം രാജ് ഹാജരായി. കേസ് അന്വേഷണം നീളുന്നതിൽ സുപ്രീം കോടതി മുൻപും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തിരുന്നു. അന്തിമ റിപ്പോർട്ട് നൽകാൻ സമയം പലതവണ നീട്ടി നൽകിയില്ലേ എന്നും തെളിവ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നും കോടതി ചോദിച്ചിരുന്നു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുമ്പോൾ ഉന്നതരായ വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തി കേസെടുത്തതിന്റെ പേരിലുള്ള പകപോക്കലാണ് തനിക്കെതിരായ ആരോപണങ്ങളെന്നാണ് ജേക്കബ് തോമസ് സുപ്രീം കോടതിയിൽ മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞത്. ഡ്രഡ്ജർ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ സുപ്രധാന തെളിവുകളോ രേഖകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിജിലൻസ് സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ പദവിയിലിരിക്കുമ്പോൾ വിദേശ കമ്പനിയിൽ നിന്ന് ഡ്രഡ്ജർ വാങ്ങിയ ഇടപാടിൽ സംസ്ഥാന സർക്കാരിന് 20 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് ജേക്കബ് തോമസിനെതിരായ ആരോപണം. ഹോളണ്ടിലെ കമ്പനിയുമായി കരാർ ഉണ്ടാക്കാൻ ജേക്കബ് തോമസ് പ്രത്യേക താൽപ്പര്യമെടുത്തു എന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ കൂടുതൽ സമയം വേണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേസിൽ ജേക്കബ് തോമസിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരും സത്യൻ നരവൂരുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടൽ മാത്രമാണെന്ന് ജേക്കബ് തോമസ് പറയുന്നു. കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിൽ വേട്ടയാടൽ നടത്തുന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിലെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ശത്രുക്കൾക്കെതിരെ വേട്ടയാടൽ നടത്തുന്നത്. തനിക്ക് മുൻപിൽ കീഴ്പ്പെടാത്തവരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുന്ന നടപടിയാണ് പലപ്പോഴും പിണറായി വിജയനും കാണിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ജേക്കബ് തോമസ് എന്ന് ആരോപണം വരുന്നു.